ഹായ് വിയേഴ്സ്, RJ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വന്നിട്ടുള്ള ഒരു ഡെയിൻവേയിലേക്ക് എടുക്കാൻ വിചാരിച്ച് രാവിലെ അങ്കിത്ത് ഒബിയൊക്കെ സ്കൂളിൽ പോകാൻ ഇറങ്ങി. ഞങ്ങളുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. തണുപ്പാണ് രാവിലെ. ഇപ്പോൾ 9 മണിയായി. ഇപ്പോൾ അവർക്ക് സ്കൂൾ 10 മണിയായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഞാൻ ജോധ്പൂരിലാണ് താമസിക്കുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പം ഇപ്പം ജോലിയൊന്നും ചെയ്യുന്നില്ല. നേരത്തെ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയെന്ന്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന വീഡിയോക്കകത്ത് ജോധ്പൂരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചു വരുന്ന വീഡിയോക്കകത്ത് അധികം ജോധ്പൂരൊന്നും എടുത്ത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അങ്ങനെ രാവിലെ അങ്കിത്തും അബിയൊക്കെ സ്കൂളിൽ പോകാൻ റെഡിയായി സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ റൊട്ടി സബ്ജിയൊക്കെ ആയിരുന്നു. അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചിട്ടൊക്കെ പോയി. പിന്നെ ഞാൻ വന്ന് നമ്മുടെ പതിവ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ക്ലീനിങ്ങും തുണി കഴുവക്കോ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ രാവിലെ അതൊക്കെ ചെയ്തിട്ട് അവർക്കിപ്പം സമയം നമ്മൾ വന്ന സമയത്തുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം അവർക്ക് അന്നേരം സ്കൂൾ 10 മണി തൊട്ടായിരുന്നു. തണുപ്പ് കൂടുതലായതുകൊണ്ട് 10 മണി തൊട്ട് 3 മണിയൊക്കെ കഴിയും അവർ തിരിച്ചു വരാൻ. അപ്പം ഇപ്പം സമയം മാറി. ഇപ്പോൾ അവർക്ക് എക്സാം നടക്കുകയാണ്. ഇത് നമ്മൾ വന്ന സമയത്തുള്ള ദിവസത്തിൻ്റെ ആയിരുന്നു. അപ്പം ഇപ്പം കുറച്ച് തണുപ്പൊക്കെ കുറവുണ്ട്. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെയുള്ള പണികളൊക്കെ നടത്തുകയാണ്. അവർ ഇനി തിരിച്ച് 3 മണിയൊക്കെ ആവുമല്ലോ വരാൻ. അപ്പോഴത്തേക്ക് ഫുഡൊക്കെ ആക്കിയാൽ മതി. പിന്നെ അവർ പോകുമ്പം തന്നെ താമസിക്കുന്നതുകൊണ്ട് നമ്മുടെ പണികളും ചെയ്യാൻ താമസിക്കും. പിന്നെ തൂത്തുവാരം കാണും. പിന്നെ കുറച്ച് മുറ്റമൊക്കെ തൂക്കാനുണ്ട്. അത് വല്ലപ്പോഴും ഒക്കെ തൂക്കത്തുള്ളൂ. വല്ലപ്പോഴും എന്നല്ല, പിന്നെ ഒത്തിരി ഇലകൾ വീഴുവാണെങ്കിൽ തൂക്കണം. ഒന്നരവിട്ടൊക്കെ തൂക്കും. അങ്ങനെ തൂക്കാൻ നിന്നപ്പോൾ അപ്പുറത്തെ അവരൊന്ന് കാര്യം പറയുമായിരുന്നു. നമ്മുടെ അപ്പുറത്ത് ഒരു രാജസ്ഥാൻകാരാണ് താമസിക്കുന്നത്. അപ്പം അവിടുത്തെ കൊച്ചാണെങ്കിൽ കൂടെ കയറി വരും. ഇവിടുന്ന് വണ്ടിയൊക്കെ എടുക്കാനും പിള്ളേരെ വണ്ടിയൊക്കെ എടുത്ത് കളിക്കാനൊക്കെ വരും. അപ്പം ഇന്നും രാവിലെ കയറി വന്നായിരുന്നു. അപ്പം അവനാണെങ്കിൽ അങ്കിത്തിൻ്റെ റൂബിക്സ് ക്യൂബൊക്കെ എടുത്ത് വെച്ച് കളിക്കുമായിരുന്നു. ബാക്കി വണ്ടികളെല്ലാം എടുത്ത് മാറ്റി വെച്ചേക്കോ, വന്നെല്ലാം എടുത്തുകൊണ്ട് പോയി റോഡിലെല്ലാം ഇട്ട് കളിച്ച് ശരിയാക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ മാത്രമേ വെളിയിൽ വെച്ചിട്ടുള്ളൂ. അങ്ങനെ അവ ഒത്തിരി ഇന്ന് കളിക്കും. കളിച്ച് കഴിഞ്ഞിട്ട് പോവും. തന്നെ വരും, തന്നെ ഇറങ്ങിപ്പോവും. അങ്ങനെ പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി. ഇവിടെ തണുപ്പായതുകൊണ്ട് എന്നൊന്നും തലയൊന്നും നനയ്ക്കേണ്ട. വല്ലപ്പോഴും ഒക്കെ ആഴ്ച 2-3 ദിവസമൊക്കെ തല നനയ്ക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ രാവിലത്തെ പണികളൊക്കെ ഒരുവിധം ഒതുക്കി. പിന്നെ നമുക്ക് കിച്ചണിലെ പണികളാണ്. കിച്ചണിൽ ചോറും കറിയൊക്കെ വെക്കണം. അപ്പോൾ പിള്ളേർ 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ആക്കിയാൽ മതി. ചിലപ്പോൾ ഞാൻ നേരത്തെ കഴിക്കും, ചിലപ്പം പിള്ളേർ വന്നിട്ടേ കഴിക്കത്തുള്ളൂ. വിശപ്പിനനുസരിച്ച് ഞാൻ കഴിക്കും. അപ്പം ഇനി നമ്മൾ കുക്കറിനകത്താണ് ചോറൊക്കെ വെക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് അരിയൊക്കെ ഉണ്ട്. നാട്ടിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ കുറച്ച് റേഷൻ അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ആണ് കുക്കറിൽ വെക്കുന്നത്. വിസിലടിച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പാത്രത്തിൽ ഇട്ട് ഊറ്റിയെടുത്ത് വെച്ചാൽ മതി. നന്നായിട്ട് ചോറ് കിട്ടും. അങ്ങനെ ചോറൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ട് കുറച്ച് നേരം വിസിലൊക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം പുറത്ത് പോയിരുന്ന് വെയിൽ കൊള്ളാൻ പോയായിരുന്നു. അപ്പം വെയിൽ കൊള്ളാനാണെങ്കിൽ അപ്പുറത്തെ അവനും ഉണ്ടായിരുന്നു, ഉത്തമും ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും ഇവിടെ വരും, വന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി കളിക്കും. ഇതിപ്പോൾ അബിയുടെ വണ്ടിയായിരുന്നു. അബി ഇപ്പം കളിക്കാനൊന്നും എടുക്കാത്തതുകൊണ്ട് അവനാകുമ്പോൾ കളിക്കാൻ ഉപയോഗിക്കുന്നത്. അവൻ രാവിലെ വന്ന് എടുത്തുകൊണ്ട് പോവും. ഇപ്പം വേറെ വണ്ടികളൊന്നും കാണുന്നില്ലെങ്കിൽ ഇതങ്ങ് എടുത്തുകൊണ്ട് പോകും. ഇതെടുത്തുകൊണ്ട് പോയി കളിച്ചിട്ട് അവൻ തന്നെ തിരിച്ചു കൊണ്ട് വെച്ചിട്ട് വരും. എന്നിട്ട് പിന്നെ കൂട്ടാനും കറിയൊക്കെ വെക്കാൻ വന്നു. ബീട്രൂട്ടും ഉണ്ട്, തൈരും ഉണ്ട്. അപ്പം വിചാരിക്കും ബീട്രൂട്ട് പച്ചടി വെക്കാനാണെന്ന്. പക്ഷേ അല്ല, ബീട്രൂട്ട് തോരനും മോരുകറിയും വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ബീട്രൂട്ടിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് തേങ്ങ തിരുമാനാണെങ്കിൽ ഇവിടെ ചിരവ് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഒരു തേങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾ മിക്സിക്കകത്തിട്ടിങ്ങ് അടിച്ചെടുത്ത് ക്രഷ് ചെയ്ത് വെക്കും. അപ്പം ആവശ്യത്തിന് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നാൽ ആവശ്യത്തിന് എടുക്കാൻ പറ്റും. പിന്നെ ചിലപ്പം രാവിലെ എണീക്കുമ്പോൾ ഇവിടെ കറണ്ടൊന്നും കാണത്തില്ല. അന്നേരം പിന്നെ നമുക്ക് തേങ്ങ തിരുമ്മി എടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഒരു തേങ്ങയൊക്കെ ഒരുമിച്ചാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്ത് വെക്കും. കൂടെ തിരുമാനല്ല, ക്രഷ് ചെയ്താൽ നടക്കണ്ട. അങ്ങനെ പിന്നെ നമ്മളെല്ലാം ഈസി കുക്കിങ്ങാണ് ഇപ്പോൾ നടത്തുന്നത്. ഹസ്ബൻഡ് കൂടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും തട്ടിക്കൂട്ടായിരിക്കും കൂടുതലും എല്ലാം ചെയ്യുന്നത്. പിന്നെ രാവിലത്തെ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ, സാമ്പാറും ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഉച്ചയ്ക്കും രാത്രിയിലും ഒക്കെ ഓടിക്കും. പക്ഷേ ആണെങ്കിൽ അങ്കിത്തിനും അബിക്കുമൊന്നും രാത്രി ചോറ് കഴിക്കാനൊന്നും ഇഷ്ടമല്ല.
അപ്പോൾ അവർക്ക് ഇങ്ങനെ റൊട്ടിയോ നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനാണ് രാത്രിയിലൊക്കെ ഇഷ്ടം. പിന്നെ ചോറൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ അങ്ങ് വാരി കൊടുക്കും. തന്നെ കഴിക്കാനാണ് ബുദ്ധിമുട്ട്. പിന്നെ വാരി കൊടുക്കുമ്പം പിന്നെ വായങ്ങ് തുറന്നു തരും. അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തേക്ക് ബീറ്റ്റൂട്ട് തോരനും ഇതിനെ ഒന്ന് ചിക്കി എടുത്ത് നമുക്ക് ആവിയിൽ വേവിച്ചെടുത്താൽ മതി, പെട്ടെന്നായി കിട്ടും. പിന്നെ നമുക്ക് തൈര് ഇരിപ്പുണ്ട്, അപ്പോൾ നമുക്കതിന് മോരുകറിയും കൂടെ ആക്കാം. മോരുകറി ആക്കാനാണെങ്കിൽ തേങ്ങ അരച്ചുള്ള മോരുകറിയൊന്നും അല്ല, അല്ലാതെ മഞ്ഞൾപ്പൊടി ഇട്ട് തൈര് കലക്കിയിട്ട് കടുക് വറുത്തൊഴിച്ചാൽ മതി. അപ്പം നമുക്ക് മോരുകറി റെഡിയാവും. ഇതൊക്കെ കൂട്ടിയിട്ട് നാട്ടിൽ ചെന്ന് അമ്മയുടെ മോരുകറിയൊക്കെ കൂട്ടുമ്പോൾ അങ്കിത്തോവിയും പറയുന്നതാ, എന്തൊരു ടേസ്റ്റാണ് അമ്മമ്മയുടെ മോരുകറിക്ക്, അമ്മയുടെ കറിക്ക് ഈ ടേസ്റ്റൊന്നും അല്ലല്ലോ എന്ന് പറയും. പിന്നെ നമ്മൾ എല്ലാം അങ്ങ് തട്ടിക്കൂട്ടല്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോവും. പക്ഷേ നമുക്ക് എളുപ്പം അതാണ്, നമുക്ക് തേങ്ങ അധികം യൂസ് ചെയ്യാനില്ലാത്തത് കൊണ്ടും നമ്മളിങ്ങനെയൊക്കെ തേങ്ങയില്ലാത്ത വഴികൾ തേടിപ്പോകും. അപ്പം പെട്ടെന്ന് വെക്കാനും ഇതാണ് നല്ലത്. തണുപ്പായതുകൊണ്ട് പിന്നെ തേങ്ങയിട്ട കറിയൊക്കെ ആണെങ്കിലും പിന്നെ കഴിക്കാൻ നേരം നമ്മൾ ചൂടാക്കി എടുക്കേണ്ടി വരും, അത് കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ട് പിന്നെ തേങ്ങ അധികം ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഇവിടെ ഇപ്പം നമ്മൾക്കുള്ളത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കും. സാധാരണ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാനോ കുഴക്കട്ടയ്ക്കോ അങ്ങനെയൊക്കെ തേങ്ങ കൂടുതൽ ഉപയോഗിക്കത്തുള്ളൂ. തേങ്ങ അരച്ച കറികൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഇവിടെ. അതുകൊണ്ട് പിന്നെ മോരിനൊന്നും തേങ്ങ അരയ്ക്കാൻ നിൽക്കാറില്ല. പിന്നെ നമുക്ക് കടുക് വറുക്കുന്നതിനകത്തോട്ടൊന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്താൽ മതി. പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എടുക്കണേ, ഓഫ് ചെയ്യണം. പിന്നെ ചെറിയ പാത്രത്തിൻ്റെ ചൂടിനകത്തിരുന്ന് ചൂടായിക്കോളും. പിന്നെ ഞാൻ മോരുകറിക്കകത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ഇടുമായിരുന്നു, അത് നല്ല ടേസ്റ്റുണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് പാവയ്ക്ക ഉണങ്ങിയതുണ്ട്, അതും ഒക്കെ വറുത്ത് സൈഡ് ഡിഷാക്കി കഴിക്കും. അപ്പം പിന്നെ മീനും ഇറച്ചി കോഴിയൊന്നും ഇല്ല എന്നുള്ള വിഷമമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞങ്ങൾ പോയി വാങ്ങിക്കും കോഴിയൊക്കെ. പിന്നെ അപ്പുറത്തെ ഉത്തം കളിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് കൂടെ തുണിയൊക്കെ കഴുകിയിട്ടുണ്ട്. പിന്നെ 2 മണിയായി ഇപ്പം. അങ്കിത്തോബിയൊക്കെ വരാൻ 3 മണിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചില്ല ഞാൻ ചോറ് കഴിക്കാം. അത് 2 മണിയായി ഇപ്പം. അവർ വന്ന് ചോറ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ട്യൂഷൻ പിള്ളേർ വരാൻ നേരമാവും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് നേരത്തെ അങ്ങ് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അങ്കിത്തോബിയൊക്കെ വരുന്നുണ്ട് സ്കൂളിൽ നിന്ന്. പോകുമ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട് പോകും, തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇന്നറും ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ചൂടാവും. അതുകൊണ്ട് പിന്നെ സ്വെറ്ററൊക്കെ ഊരി ടൈയും എല്ലാം ഊരി കൈ പിടിച്ചുകൊണ്ടാണ് വഴിയുന്നേ വരുന്നത്. അങ്ങനെ പിന്നെ വന്ന് അവർ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായിട്ട് ചോറ് കഴിക്കും. ചോറ് കഴിച്ച് അവരും ചോറ് കഴിച്ച് പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്ക് ട്യൂഷൻ പിള്ളേർ വരും. 4 മണിക്കെന്ന് പറഞ്ഞാലും 3:15 ആകുമ്പോഴേ വരും. പിന്നെ ഞാൻ പറയും 4 മണിക്ക് അകത്ത് കയറിയാൽ മതിയെന്ന് പറയും. അങ്ങനെ എന്നാലും പറഞ്ഞാലും പിന്നെ മാറ്റൊക്കെ വിരിച്ച് അവിടെ ഇരിക്കും. 4 മണിക്ക് വരും. 4 മണി തൊട്ട് 6 മണി വരെ ഇരിക്കും ട്യൂഷന്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് അബിയോട് ട്യൂഷൻ പിള്ളേരെ കൂടെ കുറച്ച് വീഡിയോ എടുത്ത് വെക്കാം. ഇപ്പം ട്യൂഷൻ തീരും, മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കെല്ലാം കഴിയും. പിന്നെ നമ്മൾ പലരും പല വഴിക്ക് പോകത്തില്ല, അപ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് കാണാമെന്ന്. പിന്നെ ആയാലും നമുക്കതൊക്കെ ഈ വീഡിയോ എടുത്ത് വെക്കുന്നതൊക്കെ ഒരു മെമ്മറി ആയിട്ട് കാണാമല്ലോ. നമുക്ക് തോന്നുമ്പോൾ എടുത്ത് വെച്ച് കാണാമല്ലോ. നമ്മുടെ ഫോണിനകത്ത് ഇട്ടിരുന്നാൽ അത്രയും പോകും, മെമ്മറി കിട്ടത്തില്ലല്ലോ നമുക്ക്. താമൻ നെറ്റുള്ളപ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുത്ത് കാണാം. വടിയൊക്കെ ഉണ്ട് കേട്ടോ, വടിയില്ലാതെ ഇവിടുത്തെ പരിപാടിയൊന്നും നടക്കത്തില്ല. ഭയങ്കര ബഹളമാണ്. ഹിന്ദിക്കാർ പിള്ളേരായതുകൊണ്ട് മലയാളികൾ 2, തമിഴ് 2, ബാക്കിയെല്ലാം ഹിന്ദിക്കാരാണ്. അപ്പം എല്ലാവരോടും ഹിന്ദിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പം രസമാണ് ഇവിടെ. എൻ്റെ വായിൽ ഒരു ശാലം പോലും നാക്കടക്കത്തില്ല. ചുമ്മാ അലച്ചങ്ങിരിക്കും, ബഹളങ്ങളാണ്. പിന്നെ പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവർക്ക് ബഹളം വെക്കുന്നതാണ് ഇഷ്ടം ഇവിടെ. അങ്ങനെ 4 മണിക്ക് വന്നിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് ട്യൂഷൻ കഴിയും. ട്യൂഷൻ കഴിഞ്ഞ് ഇതാണ് അദ്വൈതാണ്, അവൻ്റെ അമ്മ ഇപ്പം വിളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഉത്തം വീണ്ടും വന്നിട്ടുണ്ട്. ഉത്തം बाय कर लो भैया को. അപ്പം ട്യൂഷൻ കഴിഞ്ഞിട്ട് പിള്ളേരെ അമൃത അദ്വൈതിന്, ഇത് പുകളിൻ്റെ അമ്മയായത്, അത് അദ്വൈതിൻ്റെ അമൃതയുടെ അമ്മ. അപ്പോൾ അവർ വിളിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്, അപ്പുറത്ത് താമാറിയാർ താമസിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഇവരെ കൂടെ വീഡിയോ എടുക്കാം. ഞാൻ പറഞ്ഞു നമ്മുടെ DNMA ലൈഫ് എടുക്കുന്നുണ്ട്, അപ്പം നിങ്ങളെ കൂടെ എടുക്കാമെന്ന് വെച്ചിട്ട്. ആനന്ദി കൊണ്ട് തിരിഞ്ഞു പോകുന്നു, മുഖം തരാതെ തിരിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ എല്ലാവരും പോയി 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പോകും. പിന്നെ വന്നിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിക്കും. ചിലപ്പം രാവിലെ വിളക്ക് കത്തിക്കും, ചിലപ്പം വൈകിട്ട് കത്തിക്കും. അത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു നേരമൊക്കെ കത്തിക്കും. പിന്നെ നമ്മളിങ്ങനെ ഇരുന്നപ്പം ഒരു പാക്കറ്റ് മിഠായി കിട്ടിയായിരുന്നു. മിഠായിയൊക്കെ കഴിച്ച് രസഗുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കഴിക്കാൻ. പിന്നെ നമുക്ക് അങ്കിത്തും അബിയൊക്കെ അന്നേരം 6 മണിക്ക് അബാക്കസിന് പോയായിരുന്നു. അബാക്കസ് അങ്കിത്ത് 3rd സെമസ്റ്ററും അബി 2ാമത്തെ സെമസ്റ്ററുമായിരുന്നു ചെയ്യുന്നത്. ഇപ്പം കംപ്ലീറ്റ് ആയി, സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. ഇനി അവരമ്മ അബാക്കസും കഴിഞ്ഞ് വന്ന് ഇനി കണ്ടിന്യൂ ചെയ്യുന്നോന്നറിയത്തില്ല. നമ്മൾ ഇനി എത്ര നാൾ ഇവിടെ നിൽക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ സെമസ്റ്റർ വരെ പോയുള്ളൂ, 3ഉം 2ഉം കംപ്ലീറ്റ് ആക്കിയുള്ളൂ. പിന്നെ നമ്മൾ രാത്രിയിലത്തെ ഡിന്നർ ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തി എന്നൊക്കെ പറയും, റൊട്ടി അല്ലെങ്കിൽ മിഠായി കിട്ടിയല്ലോ രസഗുള, അതും കൂട്ടി കഴിക്കും. അങ്ങനെ നമ്മൾ റൊട്ടി പീനട്ട് ബട്ടറും മിഠായി ഒക്കെ കൂട്ടി കഴിക്കും. നമുക്ക് ഇന്നത് വേണമെന്നില്ല റൊട്ടിയുടെ കൂടെ കഴിക്കാൻ. നല്ല കറി ഉണ്ടെങ്കിൽ കഴിക്കും, മിഠായി ഉണ്ടെങ്കിൽ നമ്മൾ റൊട്ടി കഴിക്കും. അങ്ങനെ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് 8 മണി ആയപ്പോഴത്തേക്ക് കഴിച്ചായിരുന്നു. പിന്നെ ഇനി അങ്കിത്തിനും ഒബിക്കും ഒക്കെ പഠിക്കാനുണ്ട്, ഹോംവർക്കൊക്കെ എഴുതാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യും. പിന്നെ അപ്പം നമ്മുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. പിന്നെ അങ്കിത്തിനും അബിക്കൊക്കെ ഇനി ഇപ്പം എക്സാം സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ വന്ന ഇടയ്ക്കുള്ളതായിരുന്നു. അപ്പം എനിക്ക് പിന്നെ പനിയൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോഴാണെങ്കിൽ അങ്കിത്തിനും അബിക്കൊക്കെ ഒരു പനിയൊക്കെ വന്ന് മാറിയതേ ഉള്ളൂ. ചുമയൊക്കെ ക്ലൈമറ്റ് ഇപ്പം മാറി തുടങ്ങി, തണുപ്പ് കുറഞ്ഞ് ചൂടൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പനിയൊക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു ഒരു ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.